യെ തടഞ്ഞതിനെതിരെ UDF നടത്തിയ പ്രതിഷേധത്തിൽ സംഘർഷം. ക്ലിഫ് ഹൗസിലേക്ക് മാർച്ച് നടത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസിന് നേരെ തീപ്പന്തമെറിഞ്ഞു. അക്രമാസക്തരായ പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തി വീശി. സമാനമായി വടകരയിലും KK രമ MLയുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിൽ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. KK രമയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന കാഴ്ചയും ഇന്ന് കണ്ടു. വലിയ പ്രതിഷേധമാണ് അവിടെയും സംഭവിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഷാഫി പറമ്പിൽ MLയും DCC അധ്യക്ഷൻ പ്രവീൺ കുമാറും മറ്റും നേതൃത്വം നൽകിയ മാർച്ചിലും സംഘർഷം ഉണ്ടായി. തിരുവനന്തപുരത്ത് VV അരുണും കോഴിക്കോട് MS സനീഷ് കുമാറും ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. അരുണ്, വലിയ സംഘർഷമാണ് ഉണ്ടായത്. എന്താണ് തലസ്ഥാനത്ത് സംഭവിച്ചത്? കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവിന്റെ വസതിയിലേക്ക് SFI പ്രവർത്തകർ മാർച്ച് നടത്തിയിരുന്നു. അവിടെ അവർ VD സതീശനെതിരായ പോസ്റ്റർ പതിച്ചിരുന്നു. അതിന് പകരമായി കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് സമീപം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തി പോസ്റ്റർ പതിച്ചിരുന്നു. ഇന്ന് ആ വിഷയത്തിൽ മാർച്ച് നടത്തുമെന്നായിരുന്നു ആദ്യം അറിയിച്ചിരുന്നത്. പിന്നീട് ഷാഫി പറമ്പിലിനെ വടകരയിൽ തടഞ്ഞുമായി ബന്ധപ്പെട്ട വിഷയത്തിലായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച്. പ്രവർത്തകർ വന്നപാടെ പോലീസിന് നേരെ തീപ്പന്തം എറിയുകയായിരുന്നു. തീപ്പന്തവുമായാണ് പ്രവർത്തകർ ക്ലിഫ് ഹൗസിലേക്ക് മാർച്ച് ചെയ്ത് എത്തിയത്. തീപ്പന്തവരുടെ പോലീസ് അവർക്ക് നേരെ ലാത്തി ചാർജ് നടത്തുകയായിരുന്നു. ചിതറിയോടിയ പ്രവർത്തകർ പോലീസ് നേരെ കല്ലെറിഞ്ഞു. ഏറെ നേരം വലിയ സംഘർഷാന്തരീക്ഷം ഉണ്ടായി. ലാത്തി ചാർജിൽ പ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പോലീസുകാർക്കും പരിക്കുണ്ടെന്നാണ് സൂചനകൾ. പ്രവർത്തകർ പോലീസുകാരെ സംഘടിച്ച് തീപ്പന്തം എറിയുകയും അതുപോലെ തന്നെ കല്ലേറ് നടത്തുകയും ചെയ്യുകയായിരുന്നു. അവിടെ മുഖ്യമന്ത്രിയുടെയും മറ്റ് CPM നേതാക്കളുടെയും ഒക്കെ ഫ്ലക്സ് ബോർഡുകൾ ജംഗ്ഷനിൽ നന്ദൻകോട് ജംഗ്ഷനിൽ വച്ചിരുന്ന ഫ്ലക്സ് ബോർഡുകളും സമരക്കാർ തീയിട്ടു. അതും പോലീസ് നേരെ വലിച്ചെറിയാൻ ശ്രമിച്ചു. തുടർന്നാണ് പോലീസ് വലിയ രീതിയിൽ പ്രവർത്തകർക്കെതിരെ നടപടിയുമായി പോയത്. ലാത്തിചാർജിൽ വനിതാ പ്രവർത്തകർ അടക്കം പരിക്കേറ്റിട്ടുണ്ട്. വനിതാ പോലീസ് ഇല്ലാതെ വനിതാ പ്രവർത്തകരെ കയ്യേറ്റം ചെയ്തതായും സമരക്കാർ ആരോപിക്കുന്നു. മുഖ്യമന്ത്രിയെ അടക്കമുള്ള നേതാക്കളെ വഴി തടയുമെന്ന പ്രഖ്യാപനത്തോടു കൂടിയാണ് ഏറെ നിന്ന് സംഘർഷം അവസാനിപ്പിച്ച പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറെടുത്തത്. ഈ ഷാഫി പറമ്പിലിന്റെ MDയെ മാത്രമേ നിങ്ങൾക്ക് തടയാനാകൂ, പക്ഷേ മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടക്കമുള്ളവരെ വഴി തടയുമെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ വെല്ലുവിളി. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉള്ള സർക്കാർ നടപടി ഇപ്പോൾ നീക്കം നടക്കുന്നു. ഈ വിഷയങ്ങൾ തുടർച്ചയായി വലിയ രാഷ്ട്രീയ സംഘർഷത്തിലേക്ക് കൂടി കാര്യങ്ങൾ പോവുകയാണ്. UDF CPM കോൺഗ്രസ് പ്രവർത്തകരും അതുപോലെ തന്നെ DYFI യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പല സ്ഥലങ്ങളിലും ഏറ്റുമുട്ടുന്നു. ഷാഫി പറമ്പിൽ MLയ്ക്കെതിരെ വടകരയിൽ പ്രതിഷേധമുണ്ടാകുന്നു. അതിന്റെ ബാക്കി പത്രമാണ് ഇന്നിപ്പോൾ ക്ലിഫ് ഹൗസിന് മുന്നിൽ മുഖ്യമന്ത്രി ഔദ്യോഗിക വസതിക്ക് മുന്നിൽ കണ്ടത്. അതാണ് സാഹചര്യം. വലിയ സംഘർഷം തിരുവനന്തപുരത്തും കോഴിക്കോട്ടും ഉണ്ടാകുന്നു. ഇന്ന് ഷാഫി പറമ്പിൽ വടകരയിൽ എത്തിയപ്പോൾ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് മടങ്ങുമ്പോൾ DYFI പ്രവർത്തകരുടെ വലിയ പ്രതിഷേധമുണ്ടായി. പരസ്പരം ചീത്തവിളിയും തർക്കങ്ങളുമായി. ഷാഫി കാറിൽ നിന്ന് പുറത്തിറങ്ങിയ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷമാണിപ്പോൾ ക്ലിഫ് ഹൗസിലേക്കുള്ള മാർച്ച്. ഒപ്പം കോഴിക്കോട്ടും സംഘർഷം വീണ്ടും വ്യാപിക്കുന്ന പശ്ചാത്തലമുണ്ട്. അതായത് ഒരു ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് വീണ്ടും രാഷ്ട്രീയ സംഘർഷം മൂർച്ഛിക്കുകയാണ്. MS സനീഷ് കുമാർ കൂടി ചേരുന്നു. സനീഷ്, എന്താണ് ഇന്ന് വടകരയിൽ സംഭവിച്ചത്?
രഞ്ജിത്ത്, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിരോധത്തിലേക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഷാഫി പറമ്പിൽ നീങ്ങിയിരിക്കുന്ന ഒരു കാഴ്ച കണ്ടു. അദ്ദേഹത്തിന് പലപ്പോഴും കൃത്യമായി വിശദീകരണം നൽകാൻ കഴിയാതെ പോലും ബുദ്ധിമുട്ടുന്ന സാഹചര്യം. ഡിവൈഎഫ്ഐ അദ്ദേഹത്തിൻ്റെ പരിപാടികളിലേക്ക് നിരന്തരം പ്രതിഷേധം സംഘടിപ്പിക്കുന്ന കാഴ്ചയും ഇന്ന് അത്തരത്തിലാണ്. ഉച്ചതിരിഞ്ഞ് വടകരയിൽ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ പോകുമ്പോഴാണ് ഷാഫി പറമ്പിലിൻ്റെ വാഹനത്തിന് മുന്നിലേക്ക് പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐ പ്രവർത്തകർ എത്തിയത്. ഉടൻ തന്നെ വാഹനത്തിനുള്ളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി ഈ പ്രതിഷേധക്കാരോട് ക്ഷോഭിക്കുന്ന ഷാഫി പറമ്പിലിനെ നമ്മൾ കണ്ടു. നായി എന്ന് വിളിച്ചാൽ കേട്ടിരിക്കാനാവില്ല, അല്ലെങ്കിൽ കേൾക്കാൻ കഴിയാത്ത തെറി വിളിച്ചാൽ അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ഷാഫി പറമ്പിൽ പറയുന്നു. ഈ വടകര അങ്ങാടിയിൽ താൻ കാണും, ആരും ഭീഷണിപ്പെടുത്തി തന്നെ പിന്തിരിപ്പിക്കാമെന്ന് കരുതേണ്ടതില്ല എന്നിങ്ങനെയുള്ള പരാമർശങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്തായാലും അത് പിന്നീട് കോൺഗ്രസ് പാർട്ടി ഒന്നടങ്കം ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് കണ്ടത്. DCC അധ്യക്ഷനും KPCC പ്രസിഡന്റ് അടക്കമുള്ളവരും ഈ ഷാഫി പറമ്പിലിനെതിരെ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്ന ഡിവൈഎഫ്ഐ നിലപാടിൽ പ്രതിഷേധിച്ച് രംഗത്തെത്തുകയും നാളെ കോഴിക്കോട് ജില്ലയിൽ ഒന്നടങ്കം മണ്ഡലം കേന്ദ്രങ്ങൾ കേന്ദ്രമാക്കി പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനുള്ള ആഹ്വാനം ചെയ്യുകയും ചെയ്തു. ഇന്ന് വൈകിട്ട് ഇപ്പോൾ ഞാൻ പേരാമ്പ്രയിലാണ് നിൽക്കുന്നത്. ഇവിടെ ഈ വോട്ട് അധികാർ യാത്രയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ മാർച്ച് അക്ഷരാർത്ഥത്തിൽ ഈ ഷാഫി പറമ്പിലുള്ള ഒരു പിന്തുണ പ്രഖ്യാപന ഒരു ജാഥയായി മാറുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. എന്തായാലും അവിടെ വെച്ച് ഷാഫി പറമ്പിൽ മാധ്യമങ്ങളെ കാണുകയും ഒരു തരത്തിലും ഭയന്ന് പിന്മാറില്ല, ഈ തനിക്ക് മനസ്സിലാവുന്നില്ല തൻ്റെ പേരിൽ എന്തിനാണ് തനിക്ക് പിന്നാലെ സമരവുമായി കൂടിയിരിക്കുന്നത്, അതിൻ്റെ യുക്തി എന്താണെന്ന് മനസ്സിലാവുന്നില്ല, എടുക്കാവുന്ന എല്ലാ തരത്തിലുമുള്ള നടപടികൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുത്തു കഴിഞ്ഞു, മറ്റേത് രാഷ്ട്രീയ പാർട്ടിയാണ് ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉയർന്നപ്പോൾ നടപടി എടുത്തിട്ടുള്ളതെന്ന് അദ്ദേഹം ചോദിക്കുകയും ചെയ്തു. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പ്രതിരോധത്തിലായ പാർട്ടിക്ക് ഒരു പൊടിവിള്ളി കിട്ടിയിരിക്കുകയാണ്. അത് പാർട്ടി പ്രവർത്തകരിൽ ആത്മവിശ്വാസം നിറച്ച് ഒരു പ്രതിഷേധത്തിലേക്ക് നീക്കാനാണ് ഇപ്പോൾ തീരുമാനം. പേരാമ്പ്ര ബസ് സ്റ്റാൻഡിലും മറ്റുമൊക്കെ ഡിവൈഎഫ്ഐയുടേതായി സ്ഥാപിച്ചിരുന്ന ഫ്ലെക്സ് ബോർഡുകളും മറ്റുമൊക്കെ തകർക്കുകയും ചെയ്തിരുന്നു. എന്തായാലും വരും ദിവസങ്ങളിലും ഡിവൈഎഫ്ഐക്കെതിരായി ഇതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കാനാണ് യൂത്ത് കോൺഗ്രസിന്റെയും തീരുമാനം. ഇതിന്റെ ഭാഗമായാണ് വൈകിട്ട് വടകര പോലീസ് സ്റ്റേഷനിലേക്ക് UDF പ്രവർത്തകർ മാർച്ച് നടത്തിയത്. ആ മാർച്ചും നേരിയ സംഘർഷത്തിലാണ് കലാശിച്ചത്. ഈ സംഘർഷത്തെ തുടർന്ന് KK രമ MLA അടക്കമുള്ളവർ വടകര പോലീസ് സ്റ്റേഷന് മുന്നിൽ ഏറെ നേരം കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയും ചെയ്തു. എന്തായാലും അക്ഷരാർത്ഥത്തിൽ ഒരു പ്രതിഷേധ മുഖത്തേക്കാണ് വീണ്ടും വടകരയിലും കോഴിക്കോടും കാര്യങ്ങൾ നീങ്ങുന്നത്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. തിരുവനന്തപുരത്തും വടകരയിലും സംഘർഷമാണ്. കോൺഗ്രസും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഡിവൈഎഫ്ഐ പ്രവർത്തകരും പരസ്പരം ഏറ്റുമുട്ടുന്ന പശ്ചാത്തലം. പോലീസ് പിടിച്ചുമാറ്റുന്നു, ഷാഫി പറമ്പിൽ MLA തടയുന്നു. വരും ദിവസങ്ങളിലും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം കേരളത്തെ സംഘർഷഭരിതമാക്കുമെന്ന കാര്യം ഉറപ്പ്. ഇതിനിടെ വടകരയിൽ ഷാഫിക്കെതിരെ ഡിവൈഎഫ്ഐ നടത്തിയ സമരത്തിനെതിരെ നാളെയും വ്യാപകമായ പ്രതിഷേധമുണ്ടാകുമെന്നാണ് കോഴിക്കോട് DC അധ്യക്ഷന്റെ പ്രഖ്യാപനം. ഡിവൈഎഫ്ഐയുടെ സമരാഭാസമായിരുന്നു ഷാഫിക്കെതിരായി ഉപയോഗിച്ചത്, മോശം പദങ്ങളാണെന്നും പ്രവീൺ കുമാർ പറഞ്ഞു. ആഭാസകരമായ സമരരീതിയാണ് CPM ഇപ്പോൾ വടകരയിലും കോഴിക്കോടും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ വടകര MP പങ്കെടുത്ത ഒരു പരിപാടിയിൽ CPMകാർ ഇരച്ചു കയറി. ഇന്നലെ രാത്രി ഭിന്നശേഷിക്കാരുടെ ഓണാഘോഷത്തിനായി വെച്ച ബോർഡുകൾ ഡിവൈഎഫ്ഐക്കാർ തച്ചു തകർത്തു. പാർട്ടി പരിപാടിയിൽ പങ്കെടുത്താൽ പോലും വടകര MPയെ തടയുമെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്നു. ഞാൻ ഒന്നേ പറയുന്നുള്ളൂ, അത് വേണ്ട, അത് നിർത്തിക്കോളൂ. ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ആ കളി തീക്കളിയാകും. നേതാക്കളുടെ ചരിത്രമൊക്കെ എടുത്ത് പലതും ഞങ്ങൾക്ക് വിളിച്ചു പറയേണ്ടി വരും, പലതും ഞങ്ങൾ വിളിച്ചു പോവേണ്ടി വരും. പല നേതാക്കളുടെയും ചരിത്രത്തിൽ നിറം കറുപ്പാണ്. ഞങ്ങൾ വിളിച്ചു കൂവിയാൽ അന്തരീക്ഷം മലീസമാവും. പാർട്ടി പരിപാടിയിൽ വന്ന് MPയെ തടയാൻ വന്നാൽ അതൊരു യുദ്ധക്കളവുമാവും. നമുക്ക് ഇന്നത്തെ പഞ്ച് ഡയലോഗിലേക്ക് ഒന്ന് പോകാം.